ഫ്രണ്ട്സ്, എല്ലാവർക്കും AJR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഇരിക്കുന്ന ഐറ്റംസ് കണ്ടോ, ഇത് മിഠായോ അതുപോലെ പുഡിങ്ങൊന്നും അല്ല കേട്ടോ, കാണാൻ നല്ല അടിപൊളിയായിട്ടില്ല. അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റം സോപ്പുകൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കണേന്ന് നോക്കാം കേട്ടോ. പ്രത്യേകിച്ച് സിലിക്കൺ മോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളിതിൽ മെഷർമെൻറ്റും കാര്യങ്ങളും അതുപോലെ എങ്ങനെയാണ് ചെയ്തേക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ, എങ്ങനെയാണ് സോപ്പ് ചെയ്തേക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ സെറ്റാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ചിഷ്ടയുടെ പൗഡറാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തായിട്ട് 1 ഗ്രാമിൻ്റെ അടുത്ത് അലോവേരയുടെ ജെല്ല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുത്ത ജെല്ലാണ്. പിന്നെ അതിലേക്ക് റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 ml അടുത്ത് റോസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെജ് ഗ്ലിസറിനാണ്. ഗ്ലിസറിനും റോസ് വാട്ടറൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ. ഏകദേശം 1 ml അടുത്ത് വെജ് ഗ്ലിസറിനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ഓയിലും ഒരു 3-4 ഡ്രോപ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 150 ഗ്രാം സോപ്പിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റാണ് കാണിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടറോ അല്ലെങ്കിൽ DM വാട്ടറോ യൂസ് ആക്കാവുന്നതാണ്. ഒരു കാരണവശാലും നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ, ബിസിനസ് കാര്യങ്ങൾക്കായിട്ട് സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളമോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യരുത്. എന്നിട്ട് നല്ലൊരു കുഴമ്പം പരുവത്തിലാണ് നമ്മുടെ ഒരു മിക്സ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കിയാൽ അതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളെല്ലാം ആ ഒരു അലോവേരയുടെ ജെല്ല് ഇച്ചിരി കട്ട കിട്ടുമല്ലോ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചതുപോലെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു മിക്സ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ബേസ് നമ്മൾ മെഷർ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ്. അപ്പോൾ ബേസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ കുരുകുരുന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തേക്കുന്ന ബേസാണ്. പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 153 ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾ ബേസ് ഇവിടെ മെഷർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ ആ ഒരു മെഷർമെൻറ്റിൽ കിട്ടിയിരിക്കുന്നത് നമ്മുടെ സോപ്പ് ബേസ്. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബേസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. അങ്ങനത്തെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇത് നമ്മുടെ ബേസൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മഞ്ചിഷ്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളുടെ ഒരു ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചോളൂ, മോളെ നമ്മൾ ഏത് ടൈപ്പ് വെച്ച് ചെയ്യുമ്പോഴാണ് സോപ്പിന് ലൈഫ് കൂടുതൽ കിട്ടണമെന്നുള്ളത്, ജ്യൂസ് വെച്ച് ചെയ്യുമ്പോഴാണോ പൗഡർ വെച്ച് ചെയ്യുമ്പോഴാണോ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യുമ്പോഴൊക്കെയാണോ എന്ന്. അപ്പോൾ നമ്മൾ ഇതുപോലെ പൗഡേഴ്സ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ സോപ്പിന് ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വീണ്ടും സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം ഇതുപോലത്തെ പേപ്പർ ഗ്ലാസ്സിലാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ പേപ്പർ ഗ്ലാസ്സൊക്കെ മിക്കവർക്കും മേടിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ, ഒരുപാട് പൈസ കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ആ ഒരു ബേസ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇലഞ്ഞിയുടെ ഫ്രാഗ്രൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. സ്മെല്ല് കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ വീണ്ടും മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സമയം പോകും തോറും ഈ ബേസ് ഇരുന്ന് കട്ടയാവാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ആ ഒരു മോൾഡല്ല കപ്പിലോട്ട് പേപ്പർ ഗ്ലാസ്സിലോട്ട് നമ്മുടെ ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ നമ്മൾ വേറെ എണ്ണ കാര്യങ്ങളൊന്നും തടവിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ചൂടോടുകൂടെ തന്നെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ ഒരു മഞ്ചിഷ്ടയുടെ ഗുണം എന്ന് പറയുന്നത്, മഞ്ചിഷ്ടയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മുഖക്കുരുവിനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ. മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകൾ ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ സെബ ഉൽപ്പാദനം നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് വളരെയധികം സഹായകപ്രദമാണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ മുഴുവനായിട്ടും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. ഇനി അടുത്തത് സ്റ്റെപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. അടുത്തത് നമ്മൾ പപ്പായയുടെ ഒരു സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ പപ്പായയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സിംഗ് ആണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പപ്പായയുടെ എക്സ്ട്രാക്റ്റ് ആണ് ഒഴിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്ത് വെച്ചിരിക്കുന്ന എക്സ്ട്രാക്റ്റ് ആണ്. എക്സ്ട്രാക്റ്റ് ഒരു 5 ml അടുത്ത് നമ്മൾ ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വൈറ്റമിൻ ഇയുടെ ഓയിലും ഏകദേശം ഒരു 1 ml അടുത്ത് ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വെജ് ഗ്ലിസറിനാണ് കേട്ടോ ചേർക്കാനായിട്ട് പോകുന്നത്. ഗ്ലിസറിൻ ബേസാണ് എങ്കിൽ കൂടി ഞാൻ ഗ്ലിസറിൻ എല്ലാ സോപ്പിനും ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ ചേർത്തില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗ്ലിസറിനും ഏകദേശം ചേർത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ചേർത്ത് കൊടുത്തത് റോസ് വാട്ടറാണ് കേട്ടോ. റോസ് വാട്ടറും 1 ml അടുത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഏകദേശം ഒരു 7 ml അടുത്താണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മിക്സിങ് വന്നിരിക്കുന്നത് ടോട്ടൽ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സിങ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പൊക്കെ ചെയ്ത് വരുമ്പോൾ സോപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണമയം പോലെ കെട്ടിക്കിടക്കുന്നത് കാണാം. അപ്പോൾ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പപ്പായ സോപ്പിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പപ്പായയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ, മുഖത്തെ കറുത്ത പാടുകൾ എന്നിവ മാറ്റാനും സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ. പിഗ്മെൻറ്റേഷൻ നല്ലതാണ്. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇനി ബേസ് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത അതേ രീതി തന്നെയാണ് കേട്ടോ ഈ ഒരു പപ്പായയുടെ നമ്മൾ ചെയ്തെടുക്കുന്നത്. എടുക്കുന്ന ആ ഒരു പൗഡർ എക്സ്ട്രാക്റ്റ് അതിലേക്കാണ് വ്യത്യാസം വരുന്നത്. ചെറുതായിട്ട് നമ്മൾ ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മെൽറ്റാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 164 ഗ്രാമാണ് ഗ്ലിസറിൻ്റെ ബേസ് ഇവിടെ മെഷർ ചെയ്തെടുത്തിരിക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ കറക്റ്റ് ഗ്രാം എടുക്കാതെ 5-6 ഗ്രാം നമുക്ക് കൂടുതലെടുക്കാം. അപ്പോൾ അതേ ഇത്രയാണ് കേട്ടോ ആ ഒരു 164 ഗ്രാം നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം സോപ്പിൻ്റെ ബേസ് ഇവിടെ മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഓൾറെഡി നേരത്തെ തന്നെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ഒരു സോപ്പിൻ്റെ ബേസുകളും കൂടിയിട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ ബേസെല്ലാം ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു എക്സ്ട്രാക്റ്റുകളും കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എക്സ്ട്രാക്റ്റ് എന്തായാലും നമ്മൾ ചേർക്കുമ്പോൾ അതിൽ കളർ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേ നമ്മൾ എക്സ്ട്രാക്റ്റ് ചേർത്തിട്ട് നല്ല രീതിയിൽ വീണ്ടും മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒരുപാടിട്ട് അങ്ങനെ ഇളക്കരുതിട്ട്. ഇളക്കി കഴിഞ്ഞാൽ പത ഒരുപാട് വന്നിങ്ങനെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ വീണ്ടും ഇതുപോലത്തെ പേപ്പർ കപ്പിൽ തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബേസ് ഇവിടെ വാങ്ങി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട ഫ്രാഗ്രൻസും കളറും ചേർക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ച് കളറാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് പപ്പായയുടെ തന്നെ ഫ്രാഗ്രൻസ് ആണ് നല്ലത്. അപ്പോൾ നമ്മൾ പപ്പായയുടെ ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഓറഞ്ച് കളറാണ് ഇട്ടിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ആദ്യം 1-2 ഡ്രോപ്സിൻ്റെ അടുത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കളർ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് ലൈറ്റ് ഒരു കളറായിട്ടാണ് നമ്മുടെ ഒരു മിക്സിങ് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും 1-2 ഡ്രോപ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മോൾഡ് പേപ്പർ കപ്പാണ്. അപ്പോൾ ഇത് ആ ഒരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്യുമ്പോഴും എബോവ് 6 മന്താണ് ഇതിൻ്റെ ഷെൽഫ് ലൈഫ് വരുന്നത്. ഏറ്റവും കുറവ് ഷെൽഫ് ലൈഫ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ വരുന്നത്. അങ്ങനത്തെ നമ്മൾ മോൾഡിലോട്ട് ആ ഒരു പപ്പായയുടെ മിക്സിങ്ങുകളും കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ആയതിനു ശേഷം കാണിച്ചു തരാം കേട്ടോ. പപ്പായയും അതുപോലെ മഞ്ചിഷ്ടയും അങ്ങനത്തെ കുറേ നേരത്തിനൊടുവിൽ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 മണിക്കൂറിൻ്റെയൊക്കെ മുകളിലായിട്ടുണ്ട് കേട്ടോ ഇത് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ട്. ഇനി നമുക്കിത് പേപ്പർ കപ്പ് ഒന്ന് മുറിച്ചെടുക്കാം. അല്ലാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലൊരു പണി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ പൊളിക്കുമ്പോൾ തന്നെ നമ്മുടെ സൈഡിലായിട്ട് ആ പേപ്പർ കുറച്ച് ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഇനി എണ്ണ തടവത്തിൻ്റെ ആണോ, സാധാരണ ഇങ്ങനെ പേപ്പർ കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാറ് സാഹചര്യമൊന്നും വരാത്തതാണ്. എന്താണെന്ന് അറിയത്തില്ല. നമ്മുടെ സോപ്പിൽ കുറച്ച് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോയിട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതൊന്ന് റിമൂവ് ആക്കി എടുക്കണം. ആ ഒരു സോപ്പിൻ്റെ സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പേപ്പറും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിന് 2 സോപ്പിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പേപ്പർ രണ്ടും റിമൂവ് ആക്കി നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നല്ല അസലായിട്ട് നമ്മുടെ സോപ്പ് 2ഉം കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കുറച്ച് പരിപാടിയും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു കത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സോപ്പിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് മുഴുവനായിട്ടും ഇതേമാതിരിക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം വളരെ തിന്നായിട്ട് മുറിച്ചെടുക്കാതെ കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ട് വേണം കേട്ടോ മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും തിക്നെസ്സോട് കൂടിയിട്ടാണ് രണ്ടാമത്തെ പീസ് ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ മുഴുവനായിട്ടും അത് മുറിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ എന്തോ ഒരു ഹലുവ മാതിരിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ആ ഒരു സ്ലൈസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു 6 പീസിൻ്റെ അടുത്തോളം നമുക്ക് ആ ഒരു കട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഡിസൈനർ സോപ്പൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. സിലിക്കൺ മോൾഡോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലത്തെ ഒരു പേപ്പർ കപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഇതുപോലൊരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ സോപ്പിൽ പണി കിട്ടിയായിരുന്നു എന്താ കഴിഞ്ഞാൽ രണ്ടാമത് സെറ്റ് ചെയ്യാൻ പോകുന്നതിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പൊളിച്ചെടുക്കുമ്പോൾ എന്താ അവസ്ഥ എന്ന് നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, വളരെ ലൈറ്റായിട്ടൊന്ന് എണ്ണ തടവിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ രണ്ടാമത്തെ പീസാണ് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് 4ാമത്തെ പീസാണ് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇതേമാതിരി തന്നെ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ.
ഇനി അടുത്തായിട്ട് വെക്കാനായിട്ട് പോകുന്നത് അഞ്ചാമത്തെ പീസാണ് കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത പോർഷൻ വളരെ ചെറിയതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അഞ്ചാമത്തതാണ് കേട്ടോ ഇപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെച്ചിരിക്കുന്ന 3 സോപ്പിലായിട്ടും ചെറുതായിട്ട് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കൈ കാരണം കാണാനായിട്ട് പറ്റത്തില്ല. എന്തായാലും ഞാൻ മുകളിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ കത്തി ഉപയോഗിച്ചൊന്ന് ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ സോപ്പിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതുപോലെ ട്ടോ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പീസ്. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ പപ്പായയുടെ സോപ്പ് ഈ സെയിം മാതിരി തന്നെയാണ് കേട്ടോ നമ്മളിനി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ പീസ് കട്ട് ചെയ്യാണ് കേട്ടോ പപ്പായയുടെ. ആഹാ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു കളറ് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു തിക്നെസ് ഏകദേശം നമുക്കറിയാമായിരിക്കുമല്ലോ, ഒരു തിക്നെസ്സും കാര്യങ്ങളും. ഒരുപാട് തിന്നായിട്ട് കണ്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുള്ളതാണ്. അപ്പം മെൽറ്റായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് തിക്നെസ്സോട് കൂടി തന്നെ കട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിലും നമ്മൾ 6 പീസ് തന്നെയായിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. അങ്ങനത്തെ നമ്മൾ എല്ലാ പീസും ഇവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പായയുടെ സോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു ഗ്ലാസ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ 3 പീസായിട്ട് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനത്തെ നമ്മൾ പപ്പായയുടെ പീസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാലൻസ് പപ്പായയുടെയും അതുപോലെ മഞ്ചിഷ്ടയുടെയും കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് 3ാമതായിട്ട് ഒരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. പപ്പായ, മഞ്ചിഷ്ട, പിന്നെ പപ്പായയും മഞ്ചിഷ്ടയും മിക്സ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ 3 ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനൽ സ്റ്റെപ്പിലോട്ട് നമ്മൾ കടക്കുകയാണ്. വീണ്ടും നമ്മളൊരു വെയ്പ്പ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ് കേട്ടോ. ബേസ് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ഏകദേശം ഒരു 400 ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ വേറെ ഒരു 2-3 സോപ്പിനും കൂടെ കൂടിയിട്ട് എനിക്ക് ചെയ്യണം. അപ്പോൾ അതിനും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഇതിലോട്ട് മെഷർ ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു അളവ് അറിയാമായിരിക്കുമല്ലോ. ആ ഒരു അളവനുസരിച്ച് നമുക്കിപ്പോൾ എടുക്കുന്ന ഈ ഗോട്ട് മിൽക്കിൻ്റെ ബേസിൽ നമുക്ക് അത് നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാമിൻ്റെ അടുത്തോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബേസ് എല്ലാം മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം നമ്മൾ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും. ആ നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മിക്സിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ എക്സ്ട്രാക്റ്റാണ്. എക്സ്ട്രാക്റ്റ് ഒരു 7 ml അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ ഷിയ ബട്ടർ, ഗോട്ട് മിൽക്ക് അങ്ങനത്തെ ബേസൊക്കെ ചെയ്യുമ്പോൾ ഗ്ലിസറിൻ ബേസിൽ എടുക്കുന്ന അളവ് തന്നെ എടുത്തു കഴിഞ്ഞ് ചിലപ്പോൾ സോപ്പ് നല്ല രീതിയിൽ കിട്ടത്തില്ല. പിന്നെ അതിലേക്ക് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ഒരു ml അടുത്ത് ഓയിലും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ഐറ്റം മാത്രമാണ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത്. അലോവേരയുടെ എക്സ്ട്രാക്റ്റും പിന്നെ വൈറ്റമിൻ ഇയുടെ ഓയിലും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിങ് അങ്ങനെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു നേരം കൊണ്ട് സോപ്പിൻ്റെ ബേസ് ഇവിടെ മെൽറ്റായിട്ടുണ്ട്. മെൽറ്റാകാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു അലോവേരയുടെ എക്സ്ട്രാക്റ്റുകളും കൂടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എക്സ്ട്രാക്റ്റുകളും ചേർത്തിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റിൻ്റെ അടുത്ത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അലോവേരയ്ക്ക് അലോവേരയുടെ തന്നെ ഫ്രാഗ്രൻസ് ചേർക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഇനി ഇത് ഒട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ലാവൻഡർ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ടും അലോവേരയുടെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അലോവേരയുടെ തന്നെ ഫ്രാഗ്രൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് വീണ്ടും നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ സോപ്പുകളുണ്ടല്ലോ, ആ സോപ്പുകൾ 3 ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി ഗ്ലാസ്സിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഓരോ സോപ്പിലേക്കും നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അലോവേരയുടെ മിക്സ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു സോപ്പിൻ്റെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും മറിഞ്ഞു പോകുന്നത് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തത് പപ്പായയുടെ ആ ഒരു സോപ്പിലോട്ടാണ് കേട്ടോ അലോവേരയുടെ ചേർന്നിട്ടുള്ള ആ ഒരു ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും അങ്ങനെ നമ്മൾ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് മഞ്ചിഷ്ടയിലോട്ടാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ നമ്മൾ 3 സോപ്പിലും നല്ല രീതിയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. മറിഞ്ഞു പോകുന്നുണ്ട്, ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ബാലൻസ് നമ്മളുണ്ടായിരുന്നത് ഡോണറ്റിൻ്റെ മോൾഡിലോട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ കുപ്പമീനയുടെ സോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മൾ ആദ്യമായിട്ട് ഡോണറ്റിൻ്റെ മോൾഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുമക്കൾക്കൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വന്നതായിരുന്നു ആ ഒരു സോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലോട്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്തായാലും സെറ്റ് ആവട്ടെ കേട്ടോ.
അങ്ങനെ നമ്മുടെ സോപ്പെല്ലാം നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 മണിക്കൂറിൻ്റെയൊക്കെ മുകളിലായിട്ടുണ്ട് കേട്ടോ നമ്മൾ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഡോണറ്റിൻ്റെ മോൾഡിൽ നിന്നുള്ള സോപ്പാണ് അൺമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ ഈ പോളോ മിഠായി, ഗ്യാസ് മിഠായി എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ മിഠായിയൊക്കെ മാതിരി ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം 3 നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അലോവേരയുടെ എക്സ്ട്രാക്റ്റ് വെച്ചിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന അളവ് കൂടിപ്പോയി കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സോപ്പ് കിട്ടത്തില്ല. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ താരമായിട്ടുള്ള സോപ്പുകളാണ് ഇനി കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇത് നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ പൊട്ടിച്ച് എടുത്തപ്പോൾ അതിലും നമ്മൾ സെയിം ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ പേപ്പർ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എണ്ണ തടവിയിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇങ്ങനെ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ടാസ്ക് വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ബാക്കി 2 ഇതുപോലെ പൊളിച്ചെടുത്താലും ഇതേമാതിരി തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ 3 സോപ്പിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്ന പേപ്പറൊക്കെ റിമൂവ് ആക്കി നമ്മളിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 3ൻ്റെയും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട പരിപാടിയും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കട്ട് ചെയ്യേണ്ടതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിനി ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്കെയിലെടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് അളവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 നമ്മളിനി കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ കാണാം കേട്ടോ. ഉദ്ദേശിച്ച രീതി കിട്ടിയോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മിക്സഡായിട്ടുള്ളത് പപ്പായയും മഞ്ചിഷ്ടയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പിള്ളേർ 3 പേരും ഉണ്ട്. എൻ്റെ മോനും അതുപോലെ ചേച്ചിയുടെ 2 പിള്ളേരും ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കൊച്ചിൻ്റെയിലാണ് ആ സോപ്പ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത പീസും കൂടെ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 സോപ്പും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. പപ്പായയുടെയും അതുപോലെ മഞ്ചിഷ്ടയുടെയും. അപ്പോൾ നമ്മൾ മിക്സ്ഡ് സോപ്പ് കട്ട് ചെയ്തേക്കണ പീസാണ് ഇത്. ഇനി നമ്മൾ സെക്കൻഡ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് മഞ്ചിഷ്ടയുടെ ആണ് കേട്ടോ. അപ്പോൾ അതെൻ്റെ ചേച്ചിയാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവൾ ഇതുപോലെ മെഷർമെൻ്റൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടിയേക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു വൈറ്റും ഒരു ബ്രൗൺ മാതിരിയുള്ള കളറും എന്തായാലും സൂപ്പറായിട്ട് ഇതും നമുക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കളർ കോമ്പിനേഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സോപ്പ് കട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഇരിക്കുന്ന പീസ്. ഇനി നമ്മുടെ തേർഡ് സോപ്പായിട്ടുള്ള പപ്പായയുടെ സോപ്പ് കട്ട് ചെയ്യുമ്പോൾ നോക്കാം. അടുത്ത അങ്ങനെ പപ്പായയുടെ സോപ്പിൽ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം നോക്കി അതും കട്ട് ചെയ്യാണ് കേട്ടോ. ഫസ്റ്റത്തെ 2 സോപ്പും ചെയ്തതിനേക്കാളും എങ്ങനെയാണെന്ന് നോക്കാം. അടിപൊളി അതും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പുഡിങ് മാതിരിയാണ് ഇത് ശരിക്കും തോന്നുന്നത്. ആ ഒരു ഓറഞ്ച് കളറൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ ഏകദേശം ഒരു യെല്ലോ കളർ മാതിരിയാണ് തോന്നുന്നത്. പക്ഷേ യെല്ലോ എന്നല്ല കേട്ടോ, നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ആ ഒരു കളർ കോമ്പിനേഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ തേർഡ് സോപ്പായിട്ടുള്ള പപ്പായ സോപ്പ് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3 സോപ്പ് കട്ട് ചെയ്തതിൽ 3 നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫൈനലി നമ്മുടെ 3 സോപ്പുകൾ ഇതാണ്. പപ്പായ, അതുപോലെ മഞ്ചിഷ്ട, പിന്നെ മിക്സഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ ഓരോ സോപ്പിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ സോപ്പും ഏകദേശം ഒരു 60-60ൻ്റെയൊക്കെ മുകളിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ സോപ്പിൻ്റെയും വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സോപ്പും ഏകദേശം ഒരു 60 ഗ്രാമിൻ്റെ മുകളിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ലെങ്ത്താക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ എല്ലാ സോപ്പിൻ്റെയും വെയിറ്റ് കാണിക്കാതിരുന്നത്. പിന്നെ നമ്മൾ ഫൈനലി ഇതുപോലെ ക്ലിങ് ഫിലിം വെച്ച് സോപ്പ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആഗ്രഹിച്ച സാധനം അതേമാതിരിക്ക് തന്നെ കിട്ടിയതിൽ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓരോ സോപ്പും വന്നിട്ടുണ്ട്. നല്ല കട്ടിയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ സോപ്പിന്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈനർ സോപ്പ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഡിഫറൻ്റ് ആയിട്ടുള്ള സോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്, DTDC വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.